ഹായ് എവരിവൺ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു PDF ഫയൽ എങ്ങനെയാണ് വേഡ് ഡോക്യുമെൻ്റായി കൺവേർട്ട് ചെയ്ത്, അതായത് അതിനെ എഡിറ്റബിൾ ഫോർമാറ്റിലേക്ക് എങ്ങനെ മാറ്റാം എന്നതിനെക്കുറിച്ചാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. അപ്പം എല്ലാ ഓഫീസിൽ ജോലി ചെയ്യുന്നവരെല്ലാം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഈ PDF ഫയൽ വേഡിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പം ഇത് ഓഫ്ലൈനായിട്ടും നമുക്ക് ഓൺലൈനായിട്ടും നമുക്ക് ഇത് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ കൂടുതലും ആൾക്കാർ ഡോക്യുമെൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യുന്നത് PDF ഫോർമാറ്റിലോട്ടാണ്. കാരണം എന്താ വെച്ചാൽ PDF ഫോർമാറ്റിലോട്ട് വാട്സപ്പിൽ കൂടിയും ജിമെയിലിൽ കൂടിയും ഒക്കെ നമുക്ക് PDF ഫോർമാറ്റിൽ കൂടാണ് നമ്മൾ ഡോക്യുമെൻറ്റ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത്. കാരണം അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടാതിരിക്കാനും പിന്നെ അതിൻ്റെ അലൈൻമെൻറ്റൊക്കെ നമുക്ക് ശരിയായി വരാനൊക്കെയാണ് നമുക്ക് ഈ ഒരു PDF ഫോർമാറ്റിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു PDF ഫയൽ നോക്കട്ടെ ഇവിടെ. അപ്പം ഇതൊരു PDF ഫയലാണ്. പക്ഷേ അതിനെ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. കണ്ടോ, ഇവിടെ നമുക്കതിനെ എഡിറ്റ് ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഞാനിവിടെ മൈക്രോസോഫ്റ്റ് വേഡ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് മൈക്രോസോഫ്റ്റ് വേഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. വേഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിനെ ഞാൻ PDF ആയിട്ട് എങ്ങനെയാണ് സേവ് ചെയ്തതെന്ന് ഫയലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ സേവ് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ദിസ് PC എന്നുള്ളത് എടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഞാനിവിടെ PDF എന്നുള്ളത് സെലക്ട് ചെയ്തു അല്ലേ. ഈ PDF എന്നുള്ളത് ഞാനിവിടെ സെലക്ട് ചെയ്തു. അപ്പം ഞാനിവിടെ ആർട്ടിക്കിൾ എന്നുള്ളതിനെ ഞാൻ ആർട്ടിക്കിൾ 1 എന്നൊന്ന് വേറെ പേര് കൊടുക്കുവാണ്. ആർട്ടിക്കിൾ 1 എടുത്തിട്ട് ഞാൻ സേവ് ചെയ്യുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ PDF ആയിട്ട് ഇത് സേവ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ സേവ് ചെയ്യുന്നത് വേഡ് ഡോക്യുമെൻ്റായിട്ടായിരിക്കും നമ്മൾ സേവ് ചെയ്യുന്നത്. വേഡിൻ്റെ ഡോക്യുമെൻ്റായിട്ടായിരിക്കും നമ്മൾ സേവ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ സേവ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ PDF ആണ് നമ്മൾ സേവ് ചെയ്യുന്നത്. ഞാനിവിടെ PDF എടുത്തിട്ട് ഇവിടെ സേവ് എന്ന് പറഞ്ഞ് ഞാനിവിടെ ക്ലോസ് ചെയ്തല്ലോ. അപ്പോൾ ഇവിടെ ഉണ്ട് ആർട്ടിക്കിൾ 1 എന്ന് ഒരു ഫയലായിട്ട് എനിക്ക് ഇവിടെ കിട്ടി. ഞാനിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പം ആർട്ടിക്കിൾ തുറന്നു വന്നു. പക്ഷേ എനിക്കതിനെ ഞാൻ ഡിലീറ്റ് ചെയ്യുമ്പം എനിക്ക് ഡിലീറ്റ് ഇനി ഒരു ഫോർമാറ്റ് ഒന്നുമേ എനിക്ക് ചെയ്യാൻ കഴിയില്ല. ഇതിനെ എനിക്ക് മാറ്റം വരുത്താൻ. പക്ഷേ യാതൊരു അലൈൻമെൻ്റ് ആയിട്ട് അതിൻ്റെ ക്ലാരിറ്റി ആയിട്ട് ഒന്നും മാറിയിട്ടില്ല. പക്ഷെ നമുക്ക് ലെറ്റർ കിട്ടും, മാറ്റാൻ പറ്റില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും, അയ്യോ എനിക്കിതൊന്നും മാറ്റണമല്ലോ, എങ്ങനെയാണ് ഇത് ചേഞ്ച് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിക്കാനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? മൈക്രോസോഫ്റ്റ് വേഡ് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അത് നമുക്ക് ഓഫ്ലൈനായിട്ടും നമുക്ക് ചേഞ്ച് ചെയ്യാം, ഓൺലൈനായിട്ടും നമുക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വേഡ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് ഞാനിവിടെ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഫയൽ എടുക്കുക. എന്നിട്ട് ഇവിടെ ഓപ്പൺ എടുത്തിട്ട് ഞാൻ ദിസ് PC എന്നുള്ളത് എടുക്കുക. എടുത്തിട്ട് ഞാൻ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്ത്, നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ഡെസ്ക്ടോപ്പിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ ആർട്ടിക്കിൾ 1 എന്നുള്ളതാണ് ഞാൻ സേവ് ചെയ്ത് വെച്ചിരുന്നത്. ഞാൻ നോക്കുക ആർട്ടിക്കിൾ 1 എവിടാണ് എന്ന് ഞാൻ കണ്ടുപിടിക്കണം. അയ്യോ, രണ്ടിവിടെ ആർട്ടിക്കിൾ 1 രണ്ടിവിടെ കണ്ടില്ലേ? അക്രബാറ്റ് എന്ന് കണ്ടു, ആർട്ടിക്കിൾ 1 എന്നുള്ള കണ്ടുപിടിച്ചു, ഓപ്പൺ പറഞ്ഞു.
ഓപ്പൺ പറഞ്ഞപ്പം ആ ഫയൽ ഇപ്പം അവർ പറയുന്നുണ്ട് ഇത് കൺവേർഷനാണ്, കൺവേർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാനിവിടെ വന്നിട്ട് ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ കണ്ടില്ലേ, എനിക്ക് ഇനിയിപ്പോൾ ഇതിനെ 83 എന്നുള്ളത് ഉണ്ടോ 184 എന്നാക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഇതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. മനസ്സിലല്ലോ, ഓപ്പൺ ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ചില ആൾക്കാരുണ്ട് ഈ PDF ഫയൽ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അത് നമുക്ക് ചില സമയത്ത് ഈ ടേബിള് ചാർട്ടൊക്കെ കിട്ടാതെ വരും. ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് PDF ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാറുണ്ട്. എപ്പോഴും ഇത് കിട്ടണമെന്നില്ല, ചിലപ്പോൾ കിട്ടാതൊക്കെ വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും രീതിയിൽ കൂടെ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ബ്രൗസിൽ കൂടെ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഗൂഗിൾ ക്രോം ഉണ്ടല്ലോ, നമ്മൾ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ സെർച്ചാണ്. ഈ ഗൂഗിൾ ക്രോമിൽ സെർച്ചിൻ്റെ അവിടെ പോയിട്ട് ഐ ലവ് PDF നമ്മൾ അടിച്ചു കൊടുക്കുക. ഐ ലവ് PDF എന്ന് ടൈപ്പ് അടിച്ചു, എൻ്റർ അടിക്കുക. അപ്പം ഈ ആദ്യം വരുന്നത് PDF to Word എന്നുള്ളത് നമ്മളൊന്ന് സെലക്ട് ചെയ്യുക. ഞാൻ സെലക്ട് ചെയ്തു. അടുത്തത് എന്താ ചോദിക്കുന്നത്, സെലക്ട് PDF ഫയൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചോദിക്കും ഏതിനെയാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഡെസ്ക്ടോപ്പിലെ ആർട്ടിക്കിൾ 1 കണ്ടുപിടിക്കണം. ഇത് നമ്മളിതെടുത്തു. നമ്മളിവിടെ ഓപ്പൺ പറഞ്ഞു. ഓപ്പൺ പറഞ്ഞിട്ട് കൺവേർട്ട് ടു വേർഡ് എന്ന് പറഞ്ഞു. നമ്മൾ അത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിന് നമുക്ക് PDF ഫയൽ ഇത് കഴിഞ്ഞിട്ട് ഡൗൺലോഡ് വേർഡ് എന്ന് പറയണം. ഡൗൺലോഡ് വേർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ വന്നിട്ട് ആർട്ടിക്കിൾ ഇവിടെ നമുക്ക് ഡൗൺലോഡിൽ നമുക്ക് കിട്ടും. മനസ്സിലായില്ല. ഇങ്ങനെ നമുക്ക് ഏത് PDF ഫയലാണെങ്കിലും നമുക്ക് വേർഡ് ഡോക്യുമെൻറ്റിലേക്ക് മാറ്റാൻ പറ്റും. അപ്പം മനസ്സിലായല്ലോ. ഞാൻ ചെറിയ ഒരു ഉദാഹരണം കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അത് പഴയ വേർഷനിലോട്ട് പോയി, അതുകൊണ്ടാണ് സമയം എടുക്കുന്നത്. നമുക്ക് പുതിയ വേർഷൻ എടുത്തു. എനിക്ക് എനിക്ക് അടുത്തത് ചെയ്യാനുള്ളത് ഇവിടെ ഇങ്ങനെ ഒരു ബയോഡേറ്റ ഉണ്ടോ നോക്കട്ടെ. ഈ ബയോഡേറ്റ CV എന്ന് കണ്ടില്ലേ, ഇവിടെ ബയോഡേറ്റ CV എന്നുള്ളത് ഒരു ഡോക്യുമെൻ്റാണ്. വേറെണ്ണം കാണിക്കാൻ പോവുക. ഇതൊരു എന്താണ്, ഒരു ബയോഡേറ്റയാണ്. ഇതിനെയാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്. ഇതൊരു ലെറ്ററാണ്, പക്ഷേ എനിക്കിത് ഒരാൾക്ക് അയച്ചു കൊടുക്കണം. പക്ഷേ ഞാനിത് അയച്ചു കൊടുക്കുന്നത് PDF ആയിട്ടാണ് അയക്കുന്നത്. എന്തുകൊണ്ടാണ്, ഇതിൻ്റെ ക്ലാരിറ്റി ഒന്നും പോകരുത്, ഇതുപോലെ തന്നെ അവർക്ക് കിട്ടുകയും വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം ഫയലെടുത്തു, സേവാസോ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ PDF എന്നെടുത്തു. ഇവിടെ PDF എന്നുള്ള കണ്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ, നമ്മൾ പഴയ വേർഷനാണ് തുറന്നത്. അപ്പോൾ നമ്മൾ പുതിയ വേർഷൻ തുറക്കണം. പുതിയ വേർഷൻ തുറന്നിട്ട് നമ്മളിവിടെ ഓപ്പൺ പറയണം. ഓപ്പൺ പറഞ്ഞിട്ട് ദിസ് PC പറയുക. എന്നിട്ട് ഡെസ്ക്ടോപ്പിൽ പോവുക. എന്നിട്ടിവിടെ ഒരു ബയോഡേറ്റ നിർണ്ണമുണ്ട്. ഇവിടെ ബയോഡേറ്റ CV ഓപ്പൺ. അപ്പം ഇത്
സാധാരണ ഒരു ഫയലാണിത്. എനിക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. ഞാൻ ഇതിനെ PDF ഫയലായിട്ട് ആക്കാൻ പോവാം. ഫയലെടുത്തു, സേവ് ആസ് എടുത്തു, ദിസ് PC എടുത്തു, എന്നിവിടെ വന്നിട്ട് എന്തെടുത്തു, PDF എടുത്തു. ഞാൻ ഡെസ്ക്ടോപ്പിൽ തന്നെ സേവ് ചെയ്യുവാണ്. നമുക്ക് കാണാൻ പറ്റും ബയോഡാറ്റ CV. എന്നിട്ട് ഇവിടെ വന്നിട്ട് സേവ് എന്ന് പറഞ്ഞു. ഞാനിവിടെ സേവ് ചെയ്തു, അടച്ചു. കണ്ടോ, ഇപ്പോൾ ഇതെന്തായി, ഒരു അക്രോബാറ്റിൻ്റെ ഒരു CV ആയി. കണ്ട, ഞാൻ ഒരാൾക്ക് ഇത് അയച്ചു കൊടുത്തു, പക്ഷെ അവർക്കിത് മാറ്റാൻ പറ്റത്തില്ല, ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇത് വാട്സപ്പിലാണ് അയച്ചു കൊടുത്തത്. വാട്സപ്പിൽ അയച്ചു കൊടുത്തു, അല്ലെങ്കിൽ മെയിലിട്ട് അയച്ചു കൊടുത്തു. അവർക്ക് തുറക്കാൻ പറ്റും, പക്ഷെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതെങ്ങനെയാണ് അവർക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്? ഈ ഫോട്ടോ മാറ്റണം, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ആദ്യം ഞാൻ ചെയ്യേണ്ടത് വേഡ് തുറക്കണം, എന്നിട്ട് ബ്ലാങ്ക് എടുക്കണം, എന്നിട്ട് ഫയൽ എടുക്കണം, ഓപ്പൺ എടുക്കണം, എന്നിട്ട് ദിസ് PC എന്നുള്ള എടുക്കണം, എന്നിട്ട് ഡെസ്ക്ടോപ്പ് എന്നുള്ളതൊന്ന് എടുക്കണം. ഡെസ്ക്ടോപ്പിൽ എടുത്തിട്ട് എന്തെടുക്കണം? CV എന്നുള്ളത്, ബയോഡാറ്റ CV എന്നുള്ളത് ഞാനിവിടെ ഓപ്പൺ ചെയ്യണം. ഇവിടെ ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് അത് എനിക്ക് തോന്നിച്ച് താഴോട്ട് വരും. ഉണ്ടോ, അത് വന്നു. ഇനി അതിൻ്റെ പേര് ഇവിടെ ഇങ്ങനെ എനിക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു പേര് വേണമെങ്കിൽ എനിക്ക് മാറ്റാം. ഉണ്ടോ, അനിത ഒന്ന് ഞാൻ അടിച്ചു കൊടുത്തു. അടിച്ചു കൊടുത്തു. ഇവിടെ എനിക്ക് എന്താ അടിക്കേണ്ടതെന്ന് വെച്ചാൽ അടിച്ചു കൊടുത്തു. ഇവിടെ ഇങ്ങനെ എന്ത് വേണമെങ്കിലും എനിക്കിവിടെ ഇവിടെ മാറ്റിയിട്ട് ഇവിടെ എനിക്ക് ടൈപ്പ് അടിച്ചു കൊടുക്കാൻ പറ്റും. എന്താണോ എനിക്ക് വേണ്ടത് അതെല്ലാം എനിക്കിവിടെ ടൈപ്പ് അടിക്കാം. പിന്നെ എനിക്ക് ഈ ഫോട്ടോ ഒന്ന് മാറ്റണം. ഈ ഫോട്ടോ ഒന്ന് മാറ്റണമെങ്കിൽ നമുക്ക് ഫോട്ടോ വന്നിട്ട് ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഫോട്ടോയിൽ ഡിലീറ്റ് ചെയ്യുമെങ്കിൽ പോകാൻ നോക്കട്ടെ. ആ ഫോട്ടോ ഡിലീറ്റ് ആക്കി. ഇനി നമുക്ക് വേറൊരു ഫോട്ടോ കൊണ്ടുവരണമെങ്കിലോ ഇവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ബട്ടൺ ചെയ്യുക. പിന്നെ ഇവിടെ ഫോർമാറ്റ് ഒബ്ജക്റ്റ് കണ്ടില്ലേ, ഈ ഫോർമാറ്റ് ഒബ്ജക്റ്റ് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ മാറ്റാം. ഫോർമാറ്റ് ഒബ്ജക്റ്റ് എന്നുള്ള എടുത്തിട്ട് നമ്മൾ ഫില്ലെടുക്കണം. ഫില്ലെടുത്തിട്ട് ഇവിടെ പിക്ചറിന് കണ്ടില്ലേ, നമ്മളത് പിക്ചർ എടുത്തിട്ട് നമ്മൾ ഏത് പിക്ചറാണോ ഇവിടെ നമ്മൾ ഇൻസർട്ട് ചെയ്യേണ്ടത് അത് നമ്മൾ ആ പിക്ചർ എടുക്കുക. നമ്മളിപ്പോൾ ഈ പിക്ചർ എടുക്കണം. നെക്സ്റ്റ് പറഞ്ഞു. അപ്പം ആ PDF ആയിട്ട് അയച്ചെന്ന ആ പിക്ചറിന് എനിക്ക് എന്തൊക്കെ ചെയ്തു? ഞാൻ പേര് ചേഞ്ച് ചെയ്തു, ഞാൻ പിക്ചർ ചേഞ്ച് ചെയ്തു. എനിക്കിനി എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും. സ്ഥലം നമുക്ക് കുറച്ചുകൂടെ മേലോട്ട് പോകണമെങ്കിൽ ആ സ്ഥലം ഒന്ന് ഡിലീറ്റ് ചെയ്താൽ കണ്ടോ, നമുക്ക് അതിൻ്റെ ഏറ്റവും മേളിൽ തന്നെ. ഇങ്ങനെയാണ് നമുക്ക് ഒരു PDF ഫയൽ നമുക്ക് MS Word കൊണ്ടുവന്നിട്ട് അതിനെ എഡിറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം തന്നെ. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.